ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഒരു പുതിയ ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, ആരും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ചിക്കൻ കറി കേട്ടോ. എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ നമ്മൾ എന്നും ഒരേ ടേസ്റ്റ് ട്രൈ ചെയ്യാതെ ഒന്ന് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം മസാലയൊന്നും ഇല്ലാത്തൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വാ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം കേട്ടോ. ചിക്കനാണ്, ഒരു 1.5 കിലോ ചിക്കനുണ്ട്, ഒരു 2 സവോള കട്ട് ചെയ്തുകൊണ്ട്, പിന്നെ അതെ നിലക്കടല കപ്പലണ്ടി വറുത്തതാട്ടോ, ഒരു പിടിയുണ്ട്, ഒരു കൈപ്പിടിയുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റ് ചെയ്തതാട്ടോ. അത് നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 2 കുഞ്ഞ് തക്കാളി കട്ട് ചെയ്ത്. അപ്പം പിന്നെ മസാലപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. അതെന്താണെന്ന് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളി വഴറ്റണം ആദ്യം. അപ്പം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് എന്താ പറയുക, കറുകപ്പട്ടയും ഗ്രാമ്പും തക്കോലും ഒക്കെ ഇല്ലേ, അതിടുക കേട്ടോ. ജസ്റ്റ് അതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഉള്ളി ചേർത്ത് വരട്ടെ കേട്ടോ. ജസ്റ്റ് അതൊന്ന് ചൂടായി വരും. ചിക്കൻ കറിക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവോള, 2 മുഴുത്ത സവോള അരിഞ്ഞതാട്ടോ, ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരട്ടെ. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതൊന്ന് വഴന്ന് വരുന്നവിടെ കയറിയിട്ട് വേണം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാനേ. ഇതൊന്ന് വാടി ചേർക്കാം കേട്ടോ. അപ്പോൾ അതേ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കരിയാപ്പില ചേർക്കുവാണേ. അപ്പോൾ അതെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, കരിയാപ്പിലയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് കൂടെ ചതച്ചിടാം കേട്ടോ. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് ചേർക്കണം കേട്ടോ. പച്ചമുളക് ഇനി നമ്മളിതിനകത്ത് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവിന് വേറെ പച്ചമുളകാണ് ഇതിന് മെയിനായിട്ട് കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ വിളിക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഇനിയിപ്പം എന്താ കടലയില്ലേ, നിലക്കടല, അതൊന്ന് പകുതി എല്ലാവരും പകുതി കൂടുതൽ ഒന്ന് ടേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അത് അതിൻ്റെ കൂടെ ചേർക്കാം ക്രീമിന്. ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർക്കാം കേട്ടോ. ചെറിയ 2 തക്കാളിയാണ്. അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് നന്നായി വഴച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴക്കണം കേട്ടോ. അപ്പോൾ അതെ ഉള്ളി തക്കാളി എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതാ 2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ അവസാനം ചേർത്താലും മതി, കാരണം കുരുമുളക് പൊടി വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. ഇത്രയും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ അതേ പൊടി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ.
നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചിക്കനും കൂടി ഇട്ട് വഴറ്റാം കേട്ടോ. ഒരു ചിക്കനെല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ. ചിക്കനൊന്ന് നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി വെന്ത് പോകും. അപ്പോൾ അതെ ചിക്കനെല്ലാം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച പീനട്ടില്ലേ, കപ്പലണ്ടി, അത് അരച്ച് ചേർക്കാം കേട്ടോ. മിക്സ് ചെയ്യാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അന്നേരം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. ഇത് പീനട്ട് അരച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ലപോലെ തിക്ക് ഗ്രേവി ആയിട്ട് വരും. അന്നേരം ഇത് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി വന്ന കുറച്ച് കടല ഞാൻ ഇതിനകത്തേക്ക് ചേർക്കും കേട്ടോ, ഒന്ന് കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി മല്ലിയില ചേർക്കാവേ. ഒരു പിടി മതി കേട്ടോ. നന്നായിട്ട് മല്ലിയില ചേർത്ത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു കറിയാട്ടോ. അപ്പോൾ അതെ ചിക്കൻ കറി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.